അതുകൊണ്ടെന്താ? എന്നും ADGP എവിടെയെങ്കിലും പോയാൽ ഞങ്ങൾക്കെന്ത് ഉത്തരവാദിത്തം? ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി RSS നേതാവുമായി ചർച്ച നടത്തിയെന്ന് ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണമാണിത്. RSS ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹെസബല്ലയുമായി ADGP MR അജിത് കുമാർ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയതിനെ അദ്ദേഹം വെറും നിസ്സാരമായി കാണുകയാണ്. എന്നാൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ച മുഖ്യമന്ത്രിക്ക് വേണ്ടി നടന്നിട്ടില്ലെന്ന് ഇന്നലെ വിശദീകരിച്ച സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ADGP RSS നേതാവിനെ കണ്ടുവെന്നത് നിഷേധിച്ചിട്ടില്ല. അജിത് കുമാർ ദത്താത്രേയ ഹെസബല്ലെ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടോ എന്ന ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കെന്ത് എന്നായിരുന്നു മറുപടി. 2023 മെയ് 22 തൃശൂർ RSS ക്യാമ്പിനിടെ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹെസബല്ലയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയ വിശദീകരണത്തിൽ ADGP MR അജിത് കുമാർ സമ്മതിച്ചിരുന്നു. പാറമേക്കാവ് വിദ്യാമന്ദിറിൽ RSS ക്യാമ്പ് നടക്കുന്നതിനിടെ RSS നേതാവിന്റെ കാറിലാണ് ഹെസബല്ലയെ താമസിച്ച പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എത്തിയത്. അജിത് കുമാർ അവിടെ എത്തിയിരുന്നതായി അടുത്ത ദിവസം തന്നെ കേരള പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. RSSന്റെ പോഷക സംഘടനയായ വിജ്ഞാന ഭാരതിയുടെ ദേശീയ ഭാരവാഹിക്കൊപ്പമാണ് ADGP എത്തിയതെന്നും തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് അറിയിച്ചു. ഔദ്യോഗിക വാഹനം ഒഴിവാക്കി പകരം വിജ്ഞാന ഭാരതി ഭാരവാഹി ഓടിച്ചിരുന്ന കാറിലായിരുന്നു അത്ര യാത്ര. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയതിനാൽ അജിത് കുമാറിന്റെ വാഹനത്തിന്റെ ലോഗ് ബുക്ക് പരിശോധിച്ചാൽ എവിടെയെല്ലാം പോയെന്ന് വ്യക്തമാകും എന്നതിനാലാണ് സ്വകാര്യ കാർ തിരഞ്ഞെടുത്തത്. മുഖ്യമന്ത്രിക്കെതിരായ കേന്ദ്ര അന്വേഷണം അട്ടിമറിക്കാൻ തൃശൂരിൽ BJPയുടെ വിജയത്തിന് സഹായിക്കുകയെന്ന ധാരണയെക്കുറിച്ചായിരുന്നു ദത്താത്രേയ ഹെസബല്ലയുമായി MR അജിത് കുമാർ നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചയിൽ ചർച്ചയായതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചിരുന്നു. ADGP ഇടപെട്ട് തൃശൂർ പൂരം കലക്കിയത് ആ ധാരണയുടെ ഭാഗമായാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എന്നാൽ BJPയുമായി ADGP വഴി CPM ബന്ധം സ്ഥാപിച്ചു എന്നത് കള്ളക്കഥയാണെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയുടെ പുറത്തുണ്ടാക്കിയ വാർത്തയോട് പ്രതികരിക്കേണ്ടതില്ല. അജണ്ട വെച്ച് CPMനെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് RSS. 215 CPMകാർ RSSനാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുമായി സന്ധി ചെയ്യാൻ CPMനാവില്ലെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. അതേസമയം RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹെസബല്ലയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ച് ADGP MR അജിത് കുമാർ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ADGPയോട് വിശദീകരണം ചോദിച്ചിരുന്നു. എന്നാൽ LDFൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. CPI ഇക്കാര്യത്തിൽ വലിയ എതിർപ്പ് ഉയർത്തിക്കഴിഞ്ഞു. ഇടതുഭരണത്തിന്റെ സുരക്ഷിതത്വത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരം കൂടിക്കാഴ്ചകൾ നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് CPIയുടെ നിലപാട്. ജനങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി വേണമെന്ന നിർദ്ദേശവും CPI CPMന് നൽകിയിട്ടുണ്ട്. ഇതോടെ ADGPയുടെ കൂടിക്കാഴ്ചയിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇന്നലെ PV അൻവർ ഉന്നയിച്ച പരാതികൾ ഭരണതലത്തിൽ പരിശോധിക്കേണ്ടതായിരുന്നുവെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. വിവാദങ്ങളും ആരോപണങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിനും എതിരായതിനാൽ മുഖ്യമന്ത്രി തന്നെ പരിഹരിക്കട്ടെ എന്ന തീരുമാനമാണ് CPMൽ.